ശ്രീ കെ എസ് അരുൺകുമാർ, യു ഡി എഫും കോൺഗ്രസും അന്ന് എതിർത്തത് പദ്ധതിയല്ല, മറിച്ച് ആ പദ്ധതി നടപ്പാക്കിയ രീതിയാണ് എന്നതാണ് ആദ്യം തൊട്ടേ അവർ ഉന്നയിക്കുന്ന വാദം. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു മഞ്ഞക്കുറ്റിയും കൊണ്ട് പെട്ടെന്ന് അവരുടെ വീടുകളിലേക്ക് കയറി ചെന്ന് അവരെ ആശങ്കയിലാക്കി അവരെ ബന്ദികളാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം, അതിൽ വേണ്ട വിധത്തിൽ പഠനം നടത്തിയില്ല എന്ന വിമർശനം, ഇങ്ങനെ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾ ഞാൻ പറയാതെ തന്നെ അങ്ങേക്ക് അറിയാമല്ലോ. അക്കാര്യത്തിൽ ഒരു അവധാനത ഉണ്ടായിരുന്നില്ല. അക്കാര്യത്തിൽ ധൃതി പിടിച്ച് തീരുമാനം നടപ്പാക്കാൻ ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉണ്ടായി. അന്നത്തെ പ്രതിപക്ഷവും വലിയ രീതിയിൽ ഉണ്ടാക്കി. പക്ഷേ അതാ രീതിയാണ് അവർ വിമർശിക്കുന്നത് എന്നതാണ് അവർ അടിവരയിട്ട് പറയുന്നത്. ആ രീതി ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ആ രീതി അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ പ്രായോഗികമായി നടക്കുന്ന കാര്യങ്ങളല്ലേ? ശ്രീജയ്, ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ നുണ പറയാൻ കഴിയും എന്നതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം യു ഡി എഫിന്റെ നേതാക്കന്മാർ ഈ പദ്ധതി എതിർക്കാൻ വേണ്ടി പറഞ്ഞത് ഇത് ബ്രോഡ് ഗേജിലല്ല, അതായത് ഇന്ത്യൻ റെയിൽവേ മുഴുവൻ ബ്രോഡ് ഗേജിലാണ്. ഈ അതിവേഗപാത, അതിവേഗപാതയുടെ ചർച്ച നടക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അതുകൊണ്ട് ഭാവിയിൽ റെയിൽവേ എക്സ്റ്റൻഷൻ വരുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രെയിനൊന്നും ഇതിൽ ഓടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അതിവേഗ പാതയുടെ ചർച്ച എല്ലാം അല്ലെങ്കിൽ കെ റെയിൽ ബ്രോഡ് ഗേജിൽ വേണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഇവർ ഇതിനെ എതിർത്തത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മെട്രോമാൻ കൊണ്ടുവരുന്ന പദ്ധതിയും സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെയാണ്. ഇന്ത്യയിലുള്ള അതിവേഗ പാതയും അതിവേഗ പാതയും ഭൂരിഭാഗവും സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെയാണ്. വിദേശത്തെല്ലാം സ്റ്റാൻഡേർഡ് ഗേജിലാണ്. സ്റ്റാൻഡേർഡ് ഗേജിൽ മാത്രമേ ഇത്രയധികം വേഗതയിലേക്ക് പോകാൻ കഴിയൂ. ഇവിടെ സൂചിപ്പിച്ചല്ലോ, 250-300 കൂടുതൽ വേഗതയിൽ പോകുമ്പോൾ മാത്രമാണ് അത് അതിവേഗ പാതയാകുന്നത്. ഇപ്പൊ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു അതിവേഗ പാത ആരംഭിച്ചാൽ ആ 300 കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും കൊല്ലം കഴിയും, ആലപ്പുഴയിലേക്ക് എത്തും. കാരണം നീളത്തിൽ കിടക്കുന്ന നമ്മുടെ ഭൂപ്രകൃതി പ്രകാരം അതിവേഗ പാത ഓടിക്കണമെങ്കിൽ നിശ്ചിത കിലോമീറ്റർ കഴിഞ്ഞ സ്റ്റേഷൻ പറ്റൂ. 2009 അന്ന് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സാക്ഷാൽ മെട്രോമാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠനമാണ് ഉമ്മൻചാണ്ടി അതിവേഗ പാത ഡിക്ലെയർ ചെയ്തത്. മുംബൈയിൽ വെച്ചിട്ടാണ് പത്രസമ്മേളനം നടത്തി 2013 ഏപ്രിൽ മാസത്തിൽ പണി ആരംഭിക്കുന്നു പറഞ്ഞ്. അതിന് 4-5 സ്റ്റേഷനേ ആകെ കേരളത്തിലുള്ളൂ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെർട്ട് ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചാൽ ക്ലാരിറ്റി കിട്ടും. 4-5 സ്റ്റേഷൻ ഉള്ളൂ. അപ്പൊ അതാണ് LDF ഗവൺമെന്റ് വന്നപ്പോ കേരളത്തിന്റെ പ്രത്യേകത അനുസരിച്ച് സ്റ്റേഷന്റെ എണ്ണം കൂട്ടണം, പരമാവധി ജില്ലകളിലുള്ളവർക്ക് പ്രയോജനം കിട്ടണം. ഇടുക്കിയും വയനാടും ട്രെയിൻ ഇല്ല, അതുകൊണ്ട് തന്നെ അതിവേഗ പാതയാണ് ഇവിടെ ഭൂഷണം എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നാമത് UDF എതിർക്കാൻ കാരണം ഇത് ബ്രോഡ് ഗേജ് അല്ല, സ്റ്റാൻഡേർഡ് ഗേജ് ആണ് എന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പദ്ധതിയും എന്താണോ കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ച സാങ്കേതിക വിദ്യ, അതേ സാങ്കേതിക വിദ്യയാണ്. രണ്ടാമത് അവർ എതിർത്തത് റെയിൽവേയുടെ കയ്യിൽ സഫീഷ്യന്റ് പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ട് 636 വളവുകൾ, അതായത് ആകെയുള്ള റെയിൽവേ സിസ്റ്റത്തിന്റെ 37% വളവ്, ആ വളവ് അങ്ങ് നീട്ടിയാൽ മതി. വളവ് അങ്ങ് നേരെയാക്കിയാൽ ഇവിടെ വേറെ ഒരു അതിവേഗ പാതയുടെ ചർച്ച വേണ്ട. നിലവിലുള്ള റെയിൽവേ സിസ്റ്റത്തിന്റെ 3-ാമതും 4-ാമതും ഒരു പാളം മതി എന്നതാണ് ഉന്നയിക്കപ്പെട്ടത്. ഇപ്പൊ എന്തു പഠനം ഇവർ നടത്തി? ഈ വളവുകൾ നികത്തണമെങ്കിലും ഇതിന്റെ ഇരട്ടി സ്ഥലം വേണം. കാരണം നല്ല വലിയ വളവുകളാണ് കേരളത്തിന്റെ പ്രത്യേകത അനുസരിച്ച് തന്നെ. അന്നും ഞങ്ങൾ പറഞ്ഞു 3-ാമതും 4-ാമതും പാളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആവശ്യമായ സ്ഥലത്തിന്റെ വൻ അളവ് സ്ഥലം വേണ്ടിവരും. അതുകൊണ്ട് വേറൊരു വേഗതയിലുള്ള പാതയാണ്. ഇപ്പൊ ഇവർ പറയുന്നത് ഇത്രയും സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ല, കേരളയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം ഇനി ഏറ്റെടുക്കേണ്ടി വരില്ല. എങ്ങനെ പറയാൻ പറ്റും? ഇതിന് ബഫർ സോൺ ഉണ്ട്, ഇടത്തും വലത്തും നിശ്ചിത ശതമാനം സ്ഥലം ബഫർ സോൺ ഉണ്ട്. കാരണം വളരെ വേഗതയിൽ 250-300 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. ഒരാൾക്കും അങ്ങ് അടുക്കാൻ കഴിയില്ല. ഇപ്പൊ ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ എത്ര തൂണുണ്ടെന്ന് അറിയോ? ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി തൃപ്പൂണിത്തറ അറിയാം, 1000-ലധികം തൂണുണ്ട്. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വന്നാൽ ലക്ഷക്കണക്കിന് തൂണുകൾ വരേണ്ടി വരില്ലേ? ഇതിനെല്ലാം നിർമ്മാണ ചെലവും അതിന്റെ ബഫർ സോണും എല്ലാം വന്നാൽ എത്രയാണോ സ്ഥലം ഏറ്റെടുക്കാനിരുന്നേ അതിൽ കൂടുതൽ സ്ഥലം വരും. മറ്റൊരു ചോദ്യം ചോദിക്കാം. കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 65,000 കോടി രൂപ ബജറ്റ്, ഇതിപ്പോ 1 ലക്ഷം കോടിയാണ് ബജറ്റിൽ തന്നെ വച്ചിരിക്കുന്നത്. അല്ല, അതിന്റെ ഒരു എസ്റ്റിമേറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ രീതി അനുസരിച്ച് എത്ര നിൽക്കും അത്? ഇപ്പൊ ഇരട്ടിയിലധികം ചെലവ് വരികയാണ്. അപ്പോൾ ഇവർ എതിർത്ത് വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്ന് പറഞ്ഞ 65,000 കോടിയാണോ വലുത്, 1 ലക്ഷം കോടിയാണോ വലുത്? ഞാൻ സൂചിപ്പിച്ചത് ഏത് വികസന പ്രവർത്തനങ്ങളെയും ഞങ്ങൾ എതിർക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ മാറ്റി പറയുകയാണ്. 20% തുരങ്കപാതയാണ്. ശ്രീജയ്, ഒറ്റ തുരങ്കപാത ഈ വയനാട്ടിൽ വരുമ്പോ വയനാട്ടിലെ തുരങ്കപാത ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞതല്ലേ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി?
ആ വയനാട്ടിലെ ഒരു തുരങ്കപാത അനുവദിക്കാത്തയാൾ 20% തുരങ്കപാത ഇപ്പോ വരുന്ന പുതിയ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് അനുവദിക്കുക? തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലമെട്രോ, AI ക്യാമറ, വിഴിഞ്ഞം, കപ്പൽ പോയിട്ട് ബോട്ട് പോലും അടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവരാണ്. മാറ്റി പറയട്ടെ, ജനം ഇത് കേൾക്കട്ടെ. ഞങ്ങൾ വികസനത്തോടൊപ്പമാണ്. അതിവേഗപാത വേണം. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വളരെ വലിയൊരു ഘടകം തന്നെയായിരുന്നു സിൽവർ ലൈനിന്റെ കാര്യത്തിൽ. പക്ഷെ ബാധ്യത സംസ്ഥാനത്തിന് എത്ര കണ്ട് ബാധ്യത വരും? ഇതിലൊരു പുതിയ ഒരു സ്റ്റൈൽ പരീക്ഷിക്കുന്നുണ്ടല്ലോ സംസ്ഥാനം, കേന്ദ്രം, ഒപ്പം ക്രൗഡ് ഫണ്ടിങ് എന്നൊരു പുതിയ പ്ലാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കണ്ട് ബാധ്യത? ചെലവിനി കുറയില്ല, അതിലൊരു സംശയമില്ല. ഇനി ഏത് പദ്ധതി വന്നാലും ചെലവ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും ഓരോ വർഷം കഴിയും തോറും. അപ്പൊ അത് ബാധ്യത എന്നുള്ളത് ഒരു ഘടകമല്ലേ? ഒറ്റ കാര്യം, ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇട്ടിട്ടുണ്ട്. ആ ഗവൺമെന്റ് ഉത്തരവിന്റെ ഡേറ്റ് അറിയോ? 23/12/2015. അതായത് സാക്ഷാൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തുള്ള ഒരു ഉത്തരവാണ്. കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറിൽ ഒപ്പിടുന്നതിന്റെ ആ ഉത്തരവാണ്. അവിടെയാണ് കേരളത്തിന്റെ ചർച്ച ആരംഭിക്കുന്നത്. അതായത് കേരളത്തിലെ റെയിൽവേ പ്രോജക്റ്റിന്റെ വികസനത്തിന് സാധാ കൺകറന്റ് ലിസ്റ്റ് മാത്രം അത് വെച്ചുള്ള സംവിധാനം പോരാ, പുതിയ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ 2016 ഗവൺമെന്റ് മാറുന്നു, 2017 ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസൽ വരുന്നു. ഇവിടെ പണം കണ്ടെത്താനുള്ള നിരവധി മാർഗം ഇത്തരം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഇത് ഒറ്റയടിക്കുള്ള മുടക്കമല്ല. ആദ്യം ഭൂമി ഏറ്റെടുക്കൽ, പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട സർവേകൾ, അതിന്റെ പണി ആരംഭിക്കുന്ന ഓരോ ഘട്ടം, അത്തരത്തിൽ വികസനത്തിന്റെ വലിയ തലത്തിലേക്ക് ഈ നാട് മാറും. ഇപ്പൊ ഭൂമി നഷ്ടപ്പെടുന്നവർ, അവർക്ക് നഷ്ടപരിഹാരം കിട്ടും. അവർ പോയി വേറൊരു ഭൂമി മേടിക്കുകയാണ് അവരുടെ. കാരണം വീട് സ്ഥലം നഷ്ടപ്പെടുന്നവർ പുതിയ ഭൂമി മേടിക്കുന്നു. അവിടെ ശരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അതിൻ്റെതായിട്ടുള്ള അനക്കം വരുന്നു. കല്ല്, പാറ, മണ്ണ് ഇതുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ മേഖല ഉണരും. പാറമടകൾ, ക്വാറികൾ സജീവമാകും. നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വലിയ മാറ്റം വരും. സാമ്പത്തിക ചംക്രമണം നടക്കും. വിപണിയിലേക്ക് പണം വരും. അപ്പൊ തൊഴിലാളിക്ക് കൂലി കിട്ടുമ്പോൾ അവൻ നേരെ പോകുന്നത് പച്ചക്കറി, പലവ്യഞ്ജനം, അതുപോലെ മാർക്കറ്റിലേക്ക് മീൻ, അവന്റെ കുട്ടിക്ക് കളിപ്പാട്ടം വാങ്ങിക്കൽ, ഇതെല്ലാം വരുമ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ ഘടകത്തിലും വലിയ ചലനമുണ്ടാക്കുന്ന വൻകിട വികസന പ്രവർത്തനങ്ങൾക്ക് സാധിക്കും. ഇത് ഒരു വലിയ ആശയമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അന്ന് കേന്ദ്ര ഗവൺമെന്റ്, പ്രത്യേകിച്ച് നിർമ്മലാ സീതാരാമൻ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് കത്തെഴുതി. ഇത് വിദേശ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അനുമതി പത്രം. പക്ഷെ ഒറ്റ കാര്യം, 2020 സമർപ്പിച്ച അന്തിമ DPR-ഉം പ്രപ്പോസലും കേന്ദ്ര ഗവൺമെന്റ് 6 കൊല്ലം അടയിരുന്നു. ഇവർ പറയുന്നുണ്ടല്ലോ DPR ഉണ്ടായിരുന്നില്ല. കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ചതാ DPR. ആ DPR ഉൾപ്പെടെയാണ് പ്രപ്പോസൽ 2020 കേന്ദ്രത്തിന് പോയത്. LDF ആണോ കൊടുത്തത്? അനുമതിയില്ല. ഇപ്പൊ PM ശ്രീ LDF ആണോ? PM ശ്രീയിൽ ഒപ്പിടാതെ SSA ഫണ്ട് ഇല്ല. ഇപ്പൊ UDF വന്നപ്പോ SSA ഫണ്ട് കൊടുത്തല്ലോ. ഇപ്പൊ UDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കേന്ദ്രം കൈയഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ എതിർപ്പൊന്നുമില്ല. ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം നടത്തിയവരാ. അപ്പൊ അതുകൊണ്ട് വികസന പ്രവർത്തനം അല്ല, ഒപ്പിട്ടു, അതിനുശേഷം അതിൽ നിന്ന് പിൻവലിയുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ഒരു രീതിയിലും ഒപ്പിട്ടതിന്റെ ഗുണം വേണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറിയവരാണ്. ഇപ്പോൾ പുതിയ ഒപ്പിടാതെ കിട്ടുമോ? SSA ഫണ്ട് വേറെയാണല്ലോ. ആ SSA ഫണ്ട് അന്ന് തന്നില്ല. ഇപ്പൊ UDF വന്നപ്പോൾ പെട്ടെന്ന് SSA ഫണ്ട് റിലീസ് ചെയ്ത വാർത്ത കഴിഞ്ഞ ആഴ്ച വന്നു. ഞങ്ങൾക്ക് ഇതിൽ തർക്കമില്ല. ഞങ്ങളോട് കേന്ദ്രം കാണിച്ച അവഗണന ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ ഈ അവഗണനയൊന്നും ഇല്ലാതെ ഒരു വികസന പ്രവർത്തനം വരട്ടെ. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ, ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. പക്ഷേ ഒരു മാസം മുമ്പ് വരെ എല്ലാം തള്ളി പറഞ്ഞവർ, ഒരു മാസം മുമ്പ് വരെ സ്റ്റാൻഡേർഡ് ഗേജിനെ എതിർത്തവർ, ഒരു മാസം മുമ്പ് വരെ റെയിൽവേ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യത്തെയും എതിർത്തവർ, ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളരെ സങ്കീർണമായിട്ടുള്ള നിബന്ധന വച്ചവർ, ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പഠിച്ചിരിക്കുന്നു, മാറ്റം വരാൻ പോകുന്നു. ഇത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് വലിയ ത്യാഗം സഹിച്ച് ഞങ്ങൾ ഈ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് ആ മനോഭാവം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കോൺഗ്രസ് പറയുന്ന ഈ നുണ എത്ര വരെ പോകും എന്നത് എല്ലാവരും വിലയിരുത്തട്ടെ എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകണമെന്ന് ആലോചിച്ചു. പക്ഷേ ഇത്രയും പറയുമ്പോൾ നമ്മൾ അത് പറയണം. ഈ പ്രോജക്ട് കൺസൾട്ടന്റ് ആയ സിസ്റ്റർ തന്നെ പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് ഗേജ് തെരഞ്ഞെടുത്തത് ശരിയല്ല, അത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല എന്ന് പറയുന്നു. ഇപ്പോഴും സ്റ്റാൻഡേർഡ് ഗേജിലാണ് വരുന്നത്, അത് വേറെ കാര്യം. ഇക്കോളജിക്കലി സെൻസിറ്റീവായ, വളരെ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങളിലൂടെയുള്ള റൂട്ട്, ദുർബല പ്രദേശങ്ങളിൽ നടക്കുന്ന എംബാങ്ക്മെന്റ്, ഈ നിർദ്ദേശങ്ങളൊക്കെ മറികടന്നുണ്ടായ ഒരു DPR അല്ലേ അത്? ആ DPR-ന്റെ മുകളിലല്ലേ ഈ ചർച്ചകളൊക്കെ ഉണ്ടായേ? നമ്മളിതൊന്നും പെട്ടെന്ന് അങ്ങ് മറന്നു കളഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ട് സിൽവർ ലൈനെ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ എതിർത്തു എന്നതിന്റെ ഉത്തരം അങ്ങേക്ക് തന്നെ അറിയാവുന്നതല്ലേ ശ്രീ അരുൺകുമാർ?
അല്ല, അത് ഈ ചർച്ചയിലിരിക്കുന്ന അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഒരു എക്സ്പെർട്ട് ഉണ്ടല്ലോ, അദ്ദേഹത്തോട് താങ്കൾ ചോദിക്കണം. ഇതിൽ ഈ രാജ്യത്തും ലോകത്തുമുള്ള അതിവേഗ പാതയും അർദ്ധ അതിവേഗ പാതയും ഭൂരിഭാഗവും സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെയാണ്. ബ്രോഡ് ഗേജിലാണെങ്കിൽ ഒരു നിശ്ചിത ദൂരപരിധിയുണ്ട്. ആ ദൂരത്തിന്റെ എക്സ്റ്റൻഷൻ, അതായത് ഇത്ര വരെ ആകാവൂ എന്നുണ്ട്. ഒരു ഭാവി വികസനം എന്ന രൂപത്തിൽ ഇപ്പൊ 200 കിലോമീറ്റർ വേഗതയാണെങ്കിൽ അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ അത് 300 കിലോമീറ്റർ വേഗതയാവും മണിക്കൂറിൽ. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തു പോകും. ഇപ്പൊ ചൈനയിലടക്കം 500 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, പാടങ്ങൾ, ലെവൽ ക്രോസുകൾ, ചതുപ്പുകൾ, ഇതൊക്കെ വച്ചുകൊണ്ട് പരമാവധി വേഗത ആർജിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏത് ഗേജ് എന്നതിൽ ആർക്കാണ് തർക്കം? ഏറ്റവും അവസാനം പറഞ്ഞില്ലേ, 5 കൊല്ലം കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ അടയിരുന്നപ്പോ പറഞ്ഞു എന്താണ് മാറ്റം വരുത്തേണ്ടത്. ഈ DPRുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗേജിൽ മാറ്റം വരുത്തണമോ, പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമോ? ഇപ്പൊ ഏറ്റവും അവസാനം RRT, നമുക്കറിയാം റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം RRTS, നഗരകാര്യ മന്ത്രാലയത്തിന്റെ പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെന്റ് വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാമെന്ന് 2026 ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചില്ലേ? എന്തായാലും സിൽവർ ലൈൻ അനുമതി തരില്ല. 5.5 കൊല്ലമായി കേന്ദ്രം അനുമതി തരുന്നില്ല. എന്നാൽ മറ്റു സംവിധാനം ആയിക്കോട്ടെ, കേന്ദ്രം നിർദ്ദേശിക്കുന്ന ഏത് പദ്ധതിക്കും, കാരണം റെയിൽവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഏത് സിസ്റ്റം ആയാലും ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് വേണ്ടത് പേരെന്താണോ, സാങ്കേതികം എന്താണോ, മാർഗം എന്താണോ എന്നതല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ടല്ലേ 2026 ഫെബ്രുവരി മാസത്തിൽ ഗവൺമെന്റ് ഉത്തരവ് പാസാക്കിയത് RRTSുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് ഇതിലെല്ലാം എക്സ്പെർട്ടുകൾ അഭിപ്രായം പറയട്ടെ. ആ എക്സ്പെർട്ടുകൾ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഗേജ് തിരഞ്ഞെടുത്തത്. ഈ ചർച്ചയിലുള്ള നമ്മുടെ ബഹുമാന്യ വ്യക്തിയോട് തന്നെ ചോദിച്ചാൽ വേഗതയുടെ കാര്യത്തിൽ ഏത് ഗേജാണ് നല്ലത് എന്നതിനെ കുറിച്ച് പറയും. അതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും തർക്കമില്ല. പേര് മാറിക്കോട്ടെ, ഗേജ് മാറിക്കോട്ടെ, സാങ്കേതിക മാറിക്കോട്ടെ, ഈ പദ്ധതി ഭാവി തലമുറയ്ക്ക് വേണം എന്നാണ് ഞാൻ കരുതിയത്. കാരണം നമുക്ക് എന്തായാലും പുതിയ ബദലുകൾ ഇല്ലാതെ മുന്നോട്ട് പോക്ക് സാധ്യമല്ല. അത് ഈ ജനറേഷൻ, നമ്മുടെ അടുത്ത ജനറേഷനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റവും നല്ല വികസനം അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക.